ഏവർക്കും സൂപ്പർ വൺ ടിപ്സ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത കഥയുടെ ബാക്കി ഭാഗമാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള കുഞ്ഞെഴുത്താണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. കൂട്ടുകാരെ, എല്ലാവരും നമ്മളുടെ പിറന്നാൾ സമ്മാനം എന്ന പാഠഭാഗം എടുത്തില്ലേ? കുഞ്ഞെഴുത്തിൽ ഈ ഭാഗത്ത് നിങ്ങൾ ആരെയൊക്കെയാണ് ഇവിടെ കാണുന്നത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ആരെയൊക്കെയാണ് കാണുന്നത്? ഓക്കെ, പൂച്ചക്കുഞ്ഞുണ്ട്, പട്ടിക്കുഞ്ഞുണ്ട്, കോഴിയുണ്ട് അല്ലേ? പക്ഷെ നമ്മളുടെ താറാവിനെ എവിടെയും കാണാനില്ലല്ലോ. താറാവ് എവിടെ പോയി? താറാവിനെ കാണാനില്ല അല്ലേ? ടീച്ചർ കഴിഞ്ഞ ദിവസം നിങ്ങൾക്കെല്ലാവർക്കും താറാവിൻ്റെ ഒരു കട്ടൗട്ട് നൽകിയിരുന്നു, ഓർമ്മയുണ്ടോ? ആ താറാവിൻ്റെ കട്ടൗട്ടിന് ഒരു കുഞ്ഞു പശ തേച്ചുകൊണ്ട് ഇവിടെ കൂട്ടുകാർക്കൊപ്പം ഒട്ടിച്ചു ചേർക്കുമല്ലോ. മറന്നു പോകാതെ എല്ലാവരും ചേർക്കണേ. ഓക്കെ, ചേർത്ത് കഴിഞ്ഞോ? യെസ്. ഇനി നമുക്ക് അവിടെ തന്നിരിക്കുന്നത് നോക്കൂ. നമ്മളുടെ കഥയിൽ അവർ നാരകത്തിൽ മുത്ത് കണ്ടത് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട് അല്ലേ? അതാ ഒരു മുത്ത്, അതാ ഒരു മുത്ത് എന്നായിരുന്നു മുത്ത് കണ്ടതിന് ശേഷം അവർ പറഞ്ഞിരിക്കുന്നത്. അതാ ഒരു മുത്ത്. അവിടെ 2 വരികളായിട്ട് നിങ്ങൾക്ക് 2 ലൈന് തന്നിട്ടുണ്ട്. അവിടെയാണ് എഴുതാനുള്ളത്. മുകളിൽ അതാ ഒരു മുത്ത് എന്ന് വേണം ആദ്യ വരിയിൽ എഴുതി ചേർക്കാൻ. ഇതിൽ ഓ എന്നുള്ള അക്ഷരത്തിന് മാത്രമേ നിങ്ങൾക്ക് ചെറിയ ഒരു പ്രയാസം ഉണ്ടായിരിക്കുകയുള്ളൂ. ബാക്കി എല്ലാ അക്ഷരങ്ങളും എൻ്റെ കുഞ്ഞുമക്കൾ പരിചയപ്പെട്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്വതന്ത്രമായിട്ട് എഴുതാൻ ശ്രമിക്കുക. ചിലപ്പോൾ ഓ എന്നുള്ള അക്ഷരവും നിങ്ങൾക്കറിയാവുന്നതായിരിക്കും. കഴിയാവുന്നതും സ്വതന്ത്രമായി തന്നെ എഴുതാൻ ശ്രമിക്കുക. കഴിയാത്തവർക്ക് വേണ്ടി മാത്രം സഹായം തേടിയാൽ മതി. അപ്പോൾ അവിടെ ഒന്നാമത്തെ വരിയിൽ എഴുതി ചേർക്കേണ്ടത് അതാ ഒരു മുത്ത് എന്നാണ്. എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അക്ഷരങ്ങൾ അടുപ്പിച്ച് എഴുതണം. വാക്കുകൾ ഘടന പാലിച്ച് വാക്കകലം പാലിച്ച് കൃത്യമായ രീതിയിൽ എഴുതാൻ ശ്രമിക്കണേ. എല്ലാവരും എഴുതി ചേർത്തോ? അതിന് ശേഷം താറാവാണ് പറഞ്ഞിരുന്നത് ആ മുത്ത് എനിക്ക് വേണം എന്നാണ് എഴുതി ചേർക്കേണ്ടത്. രണ്ടാമത്തെ വരിയിൽ താറാവ് പറയുന്നത് ആ മുത്ത് എനിക്ക് വേണം എന്നാണ് എഴുതി ചേർക്കാനുള്ളത്. ആ എന്ന് മക്കൾക്കറിയാവുന്നതാണ്. മുത്ത് എനിക്ക് വേണം. ഇവിടെ എ എന്ന അക്ഷരത്തിനാണ് ചെറുതായിട്ട് ഒരു പ്രയാസം നേരിടുന്നത്. അത് ടീച്ചറുടെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് എഴുതി ചേർക്കാവുന്നതാണ്. സ്വതന്ത്രമായിട്ട് എഴുതാൻ കഴിയുന്നവർക്ക് അങ്ങനെ തന്നെ എഴുതാനുള്ള അവസരം തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആ മുത്ത് എനിക്ക് വേണം എന്ന് അവിടെ രണ്ടാമത്തെ വരിയിൽ എഴുതി ചേർക്കണം. മറന്നു പോകരുത്. അക്ഷരങ്ങളും വാക്കുകളും കൃത്യമായ ഘടന പാലിച്ച് എഴുതാൻ മറന്നു പോകരുത്. ഓക്കെ, എഴുതിയത് 1-2 പ്രാവശ്യം എല്ലാവരും നന്നായിട്ടൊന്ന് വായിച്ച് നോക്കണേ. വായിച്ച് നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം എവിടെയെങ്കിലും പ്രയാസമുണ്ടോ, അക്ഷരങ്ങൾ തെറ്റിപ്പോയിട്ടുണ്ടോ എന്നൊക്കെ നമുക്കറിയാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഒരു 1-2 പ്രാവശ്യമെങ്കിലും എൻ്റെ മക്കൾ ഒന്ന് നന്നായിട്ട് വായിച്ച് നോക്കുക. അടുത്തതായിട്ട് നിങ്ങൾ ചിത്രത്തിൽ നേരത്തെ പറഞ്ഞ കൂട്ടുകാരെ കാണുന്നില്ലേ? പൂച്ചയുണ്ട്, പട്ടിക്കുഞ്ഞുണ്ട്, കോഴിയുണ്ട് അല്ലേ? അവിടെ പട്ടിക്ക് കാര്യമൊന്നും മനസ്സിലായില്ലായിരുന്നു. എന്തിനാണ് താറാവ് എനിക്കാണ് മുത്ത് എന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞത് എന്ന്. അപ്പോൾ നമ്മളുടെ പട്ടിക്കുഞ്ഞ് താറാവിനോട് ചോദിക്കുന്നതാണ് എന്തിനാ മുത്ത് എന്നാണ് പട്ടിക്കുഞ്ഞ് ചോദിക്കുന്നത്. എന്തിനാ മുത്ത്? എന്തിനാ എന്നുള്ളതും എ എന്ന് നേരത്തെ പരിചയപ്പെട്ടതാണ്. ദാ എന്ന് നമ്മൾ പരിചയപ്പെട്ടതാണെങ്കിലും ദാ ചെറിയ പ്രയാസമുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഒന്ന് ഓർമ്മിപ്പിച്ച് ടീച്ചറോട് ചോദിച്ച് എഴുതാവുന്നതാണ്. എന്തിനാ മുത്ത്? മുത്ത് എന്നുള്ളത് നമ്മൾ മുകളിൽ എഴുതിയിട്ടുണ്ട്. ആ മുത്ത് എനിക്ക് വേണം എന്നുള്ളിടത്തിൽ മുത്തുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് എന്തിനാ മുത്ത് എന്നുള്ളത് മക്കൾ സ്വന്തമായിട്ട് എഴുതാൻ ശ്രമിക്കുക. പ്രയാസമുണ്ടെങ്കിൽ മാത്രം ചോദിച്ച് വ്യക്തമാക്കിയതിന് ശേഷം എഴുതുക. അവിടെ പട്ടിക്കുഞ്ഞിൻ്റെ നേരെ എഴുതാനുള്ളത് എന്തിനാ മുത്ത് എന്നാണ്. ഓക്കെ, അപ്പോൾ പട്ടിയുടെ എന്തിനാ മുത്ത് എന്ന സംശയത്തിന് ഉത്തരം പറയുന്നത് നമ്മളുടെ കോഴിയാണ്. കോഴി പറയുന്നത്
സമ്മാനം നൽകാന എന്നുള്ളത് അവിടെ തന്നിട്ടുണ്ട്. സമ്മാനം എന്ന് മാത്രം കുഞ്ഞുമക്കൾ എഴുതിയാൽ മതി. അപ്പോൾ സമ്മാനം എന്നുള്ളത് മുകളിൽ തെളിവെടുത്ത് എഴുതാനുള്ള സാധ്യതയുണ്ട്. സമ്മാനം എന്ന് മക്കൾക്ക് അറിയാവുകയാണെങ്കിൽ സ്വതന്ത്രമായി എഴുതുക, അല്ലെങ്കിൽ തെളിവെടുത്ത് എഴുതാൻ പറ്റുന്നവർ അങ്ങനെ എഴുതുക. പ്രയാസം നേരിടുന്നവർ മാത്രം ടീച്ചറുടെ സഹായത്തോടു കൂടി മാത്രം എന്ത് എഴുതുക, സമ്മാനം എന്ന് എഴുതുക. സമ്മാനം നൽകാന എന്നുള്ള ഭാഗമാണ് അവിടെ എഴുതാനുള്ളത്. അപ്പോൾ എന്തിനാ മുത്ത് എന്ന് പട്ടിക്കുഞ്ഞ് ചോദിച്ചപ്പോൾ സമ്മാനം നൽകാന എന്നാണ് കോഴി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ പൂച്ചയ്ക്കാണ് സംശയമുണ്ടായത്. ആർക്കാ സമ്മാനം എന്നാണ് വേണ്ടത്. ആർക്കാ എന്നുള്ളത് അവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾ എഴുതാനുള്ളത് സമ്മാനം എന്ന് മാത്രമേ അവിടെ എഴുതി ചേർക്കാനുള്ളൂ. സമ്മാനം എന്ന് മുകളിൽ എഴുതിയ സാധനമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എഴുതാൻ പ്രയാസമുണ്ടാവുന്നില്ല. ആർക്കാ സമ്മാനം എന്നുള്ളത് കുട്ടികൾ അവിടെ സ്വതന്ത്രമായിട്ട് എഴുതി ചേർക്കാവുന്നതാണ്. ഇവിടെ പൂച്ചയുടെ സംശയത്തിന് മറുപടി പറയുന്നത്, ആർക്കാ സമ്മാനം എന്നുള്ള സംശയത്തിന് നമ്മളുടെ കോഴിയാണ് ഉത്തരം പറയുന്നത്. അമ്മുക്കിടാവിന് പിറന്നാൾ സമ്മാനം നൽകാനാണ് എന്നാണ്. അവിടെ അമ്മുക്കിടാവിന് എന്ന് തന്നിട്ടുണ്ട്. പിറന്നാൾ സമ്മാനം എന്നാണ് മക്കൾ എഴുതാനുള്ളത്. പിറന്നാൾ സമ്മാനം എന്നുള്ളത് പാഠഭാഗത്തിൽ തന്നിരിക്കുന്നുണ്ട്. അവിടെ നിന്നും തെളിവെടുത്ത് എഴുതി അവിടെ എഴുതി ചേർക്കാവുന്നതാണ്. തെളിവെടുത്ത് എഴുതാൻ പ്രയാസമുള്ള കുട്ടികൾക്ക് ടീച്ചറുടെ സഹായത്തോടു കൂടി പിറന്നാൾ സമ്മാനം എന്ന് അവിടെ എഴുതി ചേർക്കാവുന്നതാണ്. ഇതിലുള്ള ഓരോ അക്ഷരവും കുട്ടികൾക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് അവിടെ പിറന്നാൾ സമ്മാനം എന്ന് എഴുതി ചേർക്കാൻ മറന്നു പോകരുത്. ഓക്കെ, ഇത്രയും എഴുതി കഴിഞ്ഞാൽ മക്കൾക്ക് നിറം നൽകാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പം നിറം നൽകാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നമ്മളുടെ മുത്തുകളും നാരകമരവും നാരങ്ങയും ഒക്കെ തന്നിട്ടുണ്ട്. അതിനൊക്കെ നിങ്ങൾക്ക് നിറം നൽകാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മളുടെ പട്ടിക്കും പൂച്ചയ്ക്കും കോഴിക്കും ഒക്കെ നിറം നൽകി വളരെ മനോഹരമാക്കി മാറ്റാവുന്നതാണ്. അപ്പോൾ ആ ഭാഗവും നിങ്ങൾ നിറം നൽകാൻ മറന്നു പോകരുത്. ഓക്കെ, അടുത്തതായിട്ട് നിങ്ങൾക്ക് ഒരു വായനാ പാഠം തരികയാണ്. വായനാ പാഠം വായിച്ചിട്ട് അവിടെ ആൻസർ, അതായത് ഉത്തരമായിട്ട് വരുന്ന ഭാഗം വരച്ച് ചേർക്കണം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നന്നായിട്ട് ആ വായനാ പാഠം വായിച്ച് നോക്കുക എന്നുള്ളതാണ്. വായിച്ച് മനസ്സിലായതിന് ശേഷം അവിടെ വരച്ച് ചേർക്കുകയാണ് വേണ്ടത്. ഇത് ടെക്സ്റ്റ് ബുക്കിലല്ല, കുഞ്ഞെഴുത്തിലുമല്ല, പകരം എന്താണ് നിങ്ങളുടെ നോട്ട് ബുക്കിൽ വരച്ച് ചേർക്കാവുന്നതാണ്. വായനാ പാഠം ടീച്ചർ ഒന്ന് പരിചയപ്പെടുത്തി തരാം.